ഹായ് ഹലോ, നമുക്കിന്ന് നല്ലൊരു സോയ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോയ ഒരു പാത്രത്തിലിട്ടു. അത് കുതിർക്കാൻ വേണ്ടി നല്ലപോലെ തിളച്ച വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ച്, തിളപ്പിച്ച വെള്ളം ഒഴിച്ച് സോയ ഒന്ന് കംപ്ലീറ്റ് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കണം. അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ട്, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം അതൊന്ന് മാറ്റി വെക്കുക. ആ വെള്ളം ഒഴിച്ചതൊന്ന് തണിഞ്ഞ് സോയ ശരിക്കും കുതിർന്ന് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഒരു സവാള കഴുകി വൃത്തിയാക്കി എടുത്ത് ചെറുതായി അരിഞ്ഞ് വെക്കുക. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് വെക്കുക. നിങ്ങൾക്ക് എരിവാണെങ്കിൽ 2-3 പച്ചമുളക് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ പഴുത്ത ഒരു തക്കാളിയും കൂടെ ചെറുതായി അരിഞ്ഞ് വെച്ചു. അത് മാറ്റി വെച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മൾ സോയ നല്ലപോലെ കുതിർന്ന് വെള്ളമെല്ലാം തണിഞ്ഞിട്ടുണ്ടാവും. അത് നല്ലപോലെ 2-3 പ്രാവശ്യം വെള്ളത്തിലൊഴിച്ച് കഴുകി നല്ലപോലെ വെള്ളം ഒട്ടും ഇല്ലാണ്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട്, കുറച്ച് 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇളക്കി ഇഞ്ചിനെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറി തോന്നുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ സവാളയും പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് പൊടിയുപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയാൽ സവാള പെട്ടെന്ന് വഴന്ന് വരും. അതിന് വേണ്ടി ഞാൻ കുറച്ച് പൊടിയുപ്പും കൂടെ ചേർത്ത് സവാള നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് വഴന്ന് വന്ന ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. തക്കാളിയും ചേർത്ത് സവാള കുറച്ച് സമയം ഒന്ന് ഇളക്കിയ ശേഷം സവാളയും തക്കാളിയും നല്ലപോലെ വഴന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കണം. അല്ലെങ്കിൽ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് എല്ലാം കൂടെ ഉണങ്ങി കരിഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ട് സിമ്മിൽ വെച്ച് നല്ലപോലെ കുറച്ച് സമയം ഇളക്കുമ്പോഴത്തേക്കും തക്കാളി സവാള എല്ലാം കൂടെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ടാവും. വഴന്ന് വന്നിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, നമ്മളെ ഈ മസാലയ്ക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടിയും എരിവിൻ്റെ ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ഇടുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നല്ല കളറ് കിട്ടും. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, കുറച്ച് മുളക് പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, ഗരം മസാല ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കുക. അപ്പോഴത്തേക്ക് സിമ്മിൽ തന്നെ തീ വെക്കണം. തീ കൂട്ടി വെക്കാനേ പാടില്ല. സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ആയിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതി. രണ്ടും ഒരു ചെറിയ സ്പൂണ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ജോയിൻ്റ് ആക്കിയ ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ റെഡിയാക്കി വെച്ച സോയയും കൂടെ ചേർത്ത് നല്ലപോലെ സിമ്മിൽ വെച്ചിട്ട് തന്നെ ഇളക്കി നല്ല മിക്സ് ആക്കുക. നല്ലപോലെ സോയയും മസാലയും കൂടെ അതിൽ ശരിക്കും പിടിച്ച് നല്ലപോലെ മിക്സ് ആകുന്നവരെ ഇങ്ങനെ കുറച്ച് സമയം ഇളക്കുക. എന്നിട്ട് ഇളക്കി കുറച്ചൊന്ന് തട്ടിക്കൂട്ടി വെച്ചിട്ട് കുറച്ച് സമയം സിമ്മിൽ വെച്ചിട്ട് അവിടെ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ശരിക്കും മസാലയും സോയയും കൂടെ അതിൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം അടച്ച് വെക്കുക. അതിനുശേഷം പിന്നെയും ഒന്നും കൂടെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നിട്ട് അതുപോലെ ഇളക്കുക. 2-3 പ്രാവശ്യം അങ്ങനെ സിമ്മിൽ വെച്ച് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും കറക്റ്റ് സോയ വെന്ത് നമ്മളെ മസാലയായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടാവും. അതിനുശേഷം കറക്റ്റ് ഉപ്പ് എരിവെല്ലാം കറക്റ്റാണോ എന്നൊന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിലും പിന്നെ ഉപ്പും കറക്റ്റിട്ട് എരിവിന് കുരുമുളക് പൊടി ചേർക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ ഇളക്കി മിക്സാക്കിയാൽ നമ്മൾ സോയ ചങ്ക്സ് റോസ്റ്റ് റെഡിയായി. ഓക്കെ, ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും.